നമസ്കാരം, സ്വാഗതം. സകലമാന കേരളത്തിലേക്ക് നോക്കാം തലക്കെട്ടുകൾ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട തൃശൂർ സ്വദേശി നാട്ടിൽ തിരിച്ചെത്തി. ജെയിൻ കുര്യന് നാട്ടിലെത്താനായത് റഷ്യയിലെ മലയാളികളുടെ സഹായത്തിൽ. ഞങ്ങൾ വേറെ ജോലിക്കായിരുന്നു പോയിണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ദിവസം രാത്രി വന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും കൂടി അങ്ങനെ കൊണ്ടുപോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ പോകേണ്ടി വരികയായിരുന്നു. ജെയിനൊപ്പം റഷ്യയിലെത്തിയ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ നിർണായക മൊഴി പുറത്ത്. പ്രതി അമിത് ഒറാങ് ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ മാത്രം. വ്യക്തിവൈരാഗ്യം കൊലയ്ക്ക് കാരണം. പ്രതിയുടെ സഞ്ചാരപാതയുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. പരുന്തുംപാറ കയ്യേറ്റത്തിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാകുന്നു. സ്ഥലരേഖകൾ ഹാജരാക്കാൻ 1000-ലധികം പേർക്ക് നിർദ്ദേശം. റെയിൽവേ സ്റ്റേഷനിൽ ഹൃദയാഘാതം നേരിടുന്നവർക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കാൻ നടപടി. ജീവൻ രക്ഷാ ഉപകരണം സ്ഥാപിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. മൂന്നാറിൽ വീണ്ടും നാട്ടുകാരെ പേടിപ്പിച്ച് കാട്ടാനക്കൂട്ടവും കാട്ടുപോത്തും. ഗതാഗതം തടസ്സപ്പെടുന്നത് സ്ഥിരം കാഴ്ച. വിശദമായ ഓരോ വാർത്തകളിലേക്കും പോകാം. റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ പിടിയിലകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ നാട്ടിലെത്തി. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിൻ റഷ്യയിലെ മലയാളികളുടെ സഹായത്തിലാണ് നാട്ടിലേക്ക് എത്തിയത്. ജെയിനൊപ്പം റഷ്യയിലെത്തിയ 6 പേരിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. നീണ്ട യാതനകൾക്കൊടുവിലാണ് ജെയിൻ നാട്ടിലെത്തുന്നത്. പലതവണ മരണത്തെ മുഖാമുഖം കണ്ടു. കൂടെ ഉണ്ടായിരുന്ന ബന്ധു ബിബിനും സുഹൃത്ത് സന്ദീപും കൊല്ലപ്പെട്ടു. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെടുകയായിരുന്നു എല്ലാവരും. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചെങ്കിലും ബിബിന്റെ മൃതദേഹം എവിടെയെന്ന് പോലും ഇപ്പോഴും അറിയില്ല. പരിക്കേറ്റ് ആശുപത്രിയിലാകുമ്പോൾ വീണ്ടും പട്ടാള ക്യാമ്പിലെത്താനായിരുന്നു നിർദ്ദേശം. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായി. അവിടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ജോലിക്കായിരുന്നു പോയിണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി വന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും കൂടി അങ്ങനെ കൊണ്ടുപോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ പോകേണ്ടി വരികയായിരുന്നു. അങ്ങനെ പെട്ടുപോയതായിരുന്നു. പോയിണ്ടായിരുന്ന ഇലക്ട്രീഷ്യൻ ജോലി അല്ലെങ്കിൽ മെക്കാനിക്കൽ ജോലി എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടുന്ന് അങ്ങനെ ജോലിയൊന്നും കിട്ടിയില്ല. ഈ ഇവിടേക്കായിട്ട് കൊണ്ടുപോയിരുന്നു അവർ ചെയ്തത്. ഇല്ല, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന ജോലിക്കാണ്, അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് കാണാൻ മാത്രമുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ നമ്മൾ തന്നെ അവരുടെ ഒപ്പം കൊണ്ടുപോവാണ് ചെയ്തത്. ജനുവരി 7-ന് ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ജെയിൻ 3 മാസമാണ് ആശുപത്രിയിൽ കഴിഞ്ഞത്. വീണ്ടും പട്ടാളത്തിൽ എത്തണമെന്ന അറിയിപ്പ് ലഭിച്ചതോടെ സർക്കാരുകളോട് ജെയിൻ കുര്യൻ സഹായം തേടി. കഴിഞ്ഞ ഏപ്രിലാണ് ജെയിൻ ഉൾപ്പെടുന്ന സംഘം റഷ്യയിലെത്തിയത്. ഇവരെ തട്ടിപ്പിനിരയാക്കിയ തൃശൂരിലെ ഏജൻസിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റം സംബന്ധിച്ച ആദ്യഘട്ട അന്വേഷണം ഉടൻ പൂർത്തിയാകും. മഞ്ഞുമല, പീരുമേട് വില്ലേജുകളിലെ 2 സർവേ നമ്പറിൽ സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന 1000-ലധികം പേർക്ക് രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് പരുന്തുംപാറയിൽ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചത് പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലുണ്ട്. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലെ ഭൂമിക്ക് നൽകിയ പട്ടയം ഉപയോഗിച്ചാണ് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലെ സർക്കാർ ഭൂമി കയ്യേറിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇത് സ്ഥിരീകരിക്കുന്നതിനുള്ള പരിശോധനകളാണ് നടക്കുന്നത്. 2 സർവേ നമ്പറിലും ഭൂമി കൈവശം വച്ചിരിക്കുന്നവരോട് 15 ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. ഇവ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള രേഖകളുമായി ഒത്തുനോക്കും. സർക്കാർ ഭൂമി കയ്യേറിയതായും പട്ടയവ്യവസ്ഥ ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചതായും കണ്ടെത്തിയാൽ ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കും. 5 സർവേ നമ്പറുകളിൽ കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ പിൻവലിക്കേണ്ടത് മെയ് 5-നാണ്. അതിനു മുൻപ് ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കളക്ടർ നിർദ്ദേശം നൽകിയത്. ഇതോടൊപ്പം സ്ഥലത്തിന്റെ സർവേയും പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു സർവേ നമ്പറിലെ പട്ടയം ഉപയോഗിച്ച് ഇവിടെ സ്ഥലം കൈവശം വച്ചിരിക്കുന്നതായി സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ പട്ടയം കിട്ടിയ സ്ഥലം കണ്ടെത്താനുള്ള പരിശോധനകളും സർവേ വിഭാഗം നടത്തുന്നുണ്ട്. കയ്യേറ്റം ആരാണെന്ന് തെളിഞ്ഞാൽ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഒറാങ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ മാത്രമെന്ന് മൊഴി. ശബ്ദം കേട്ട് ഭാര്യ ഉണർന്നതുകൊണ്ടാണ് മീരയെ കൊല്ലേണ്ടി വന്നത്. ഭാര്യയുടെ ഗർഭകാലത്ത് ഒപ്പം നിന്ന് പരിചരിക്കാൻ കഴിയാത്തത് പ്രതികാരത്തിന് കാരണമായി. പ്രതി കൊലപാതകം നടത്താൻ പോകുന്നതും CCTVയുടെ ഹാർഡ് ഡിസ്കുമായി തിരികെ വരുന്ന ദൃശ്യവും പുറത്തുവന്നു.
വിജയകുമാറിനെതിരായ പ്രതികാരത്തിന്റെ കാരണം വ്യക്തമാക്കുന്നതാണ് പ്രതി അമിത് ഒറാങ്ങിന്റെ വിശദമായ മൊഴി. പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യയോട് വിജയകുമാർ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. തന്നെയും ഒരു അടിമയെ പോലെ കണ്ടു. 1 മാസത്തെ ശമ്പളം തരാതിരുന്നതുകൊണ്ടാണ് മൊബൈൽ മോഷ്ടിച്ച് പണം തട്ടിയെടുത്തത്. പണം തിരികെ നൽകണമെന്ന് ഭാര്യ നിർദ്ദേശിച്ചെങ്കിലും കേസായതോടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടു. 5 മാസം ജയിലിലായ സമയത്ത് ഭാര്യയുടെ ഗർഭമലസി. വിജയകുമാർ നൽകിയ കേസ് കാരണം പരിചരണം നൽകാനാകാതെ ജയിലിലായത് ഗർഭമലസാൻ കാരണമായി. നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകമെന്നായിരുന്നു. ആദ്യ നിഗമനത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി, അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ്. കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ജാമ്യവ്യവസ്ഥകൾ ഉള്ളതിനാൽ ഭാര്യയെ കാണാൻ നാട്ടിലേക്ക് പോകാനായില്ല. കോട്ടയത്ത് ലോഡ്ജിൽ താമസിക്കുമ്പോഴും വിജയകുമാറിനെ വിളിച്ച് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. ഇത് നിരസിച്ചതോടെയാണ് കൊലപാതകത്തിലേക്ക് കടന്നത്. വിജയകുമാറിനെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചതെങ്കിലും ഭാര്യ മീര ഉണർന്നതോടെ ഇരുവരെയും കൊല്ലേണ്ടി വന്നു എന്നാണ് പ്രതിയുടെ മൊഴി. റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഏകദേശം ഒരു 7-8 മാസമായപ്പോൾ ഗർഭം അലസിപ്പോയി. അപ്പം അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ മാസം 19-ാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു. പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു. അങ്ങനെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. അമിത് ഒറാങ് DVRുമായി വീടിന്റെ സമീപത്തെ തോട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഇത് കളഞ്ഞ ശേഷം മടങ്ങിയെത്തുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തുവന്നത്. ഫൈസൽ ഷാജി എന്ന സഹതടവുകാരനാണ് പണം വാങ്ങി ജാമ്യം നിൽക്കുന്ന സ്ത്രീകളെ ഏർപ്പാടാക്കിയതെന്നും പ്രതി മൊഴി നൽകി. അമിത്തിന്റെ അമ്മയാണ് ഓൺലൈൻ വഴി തുക ഇവർക്ക് കൈമാറിയത്. 12 ഇടങ്ങളിൽ നിന്ന് പ്രതിയുടെ വിരലടയാളങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജി ശ്രീജിത്ത്, News 18 കോട്ടയം. പാലക്കാട് മങ്കരയിൽ ജനിച്ച് ധീരമായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ചരിത്ര പുരുഷനായി മാറിയ ചേറ്റൂർ ശങ്കരൻ നായരുടെ വേർപാടിന് ഇന്ന് 91 വയസ്സ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഹരിയാനയിലെ യമുന നഗറിൽ നടന്ന പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തെക്കുറിച്ച് രാജ്യത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. ദേശസ്നേഹിയും രാഷ്ട്രതന്ത്രജ്ഞനും അഭിഭാഷകനും കൂടിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ച് പഠിക്കണമെന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തെ ഉദ്ബോധിപ്പിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ മുൻ അധ്യക്ഷനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ചേറ്റൂർ ശങ്കരൻ നായർക്ക് വേണ്ടി മത്സരിച്ച് കോൺഗ്രസും BJPയും ചേറ്റൂരിന്റെ 91ാം ചരമവാർഷികത്തിൽ ഇരു പാർട്ടികളും അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തി. ജാലിയൻവാലാബാഗ് രക്തസാക്ഷി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചതോടെയാണ് ചേറ്റൂർ ശങ്കരൻ നായർ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയായത്. അക്ഷയ് കുമാർ നായകനായ ബോളിവുഡ് ചിത്രം കേസരി അധ്യായം 2ന്റെ പ്രമേയവും ചേറ്റൂരിന്റെ ജീവിതവും സമരങ്ങളുമാണ്. മോദിയുടെ പ്രസംഗത്തിന് പിന്നാലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പാലക്കാട് ചേറ്റൂരിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സുരേഷ് ഗോപിയുടെ സന്ദർശനം. സർദാർ പട്ടേലിനും BR അംബേദ്കറിനും പിന്നാലെ കോൺഗ്രസിലൂടെ വളർന്ന മറ്റൊരു ദേശീയ നേതാവിനെ കൂടി BJP റാഞ്ചാൻ പോകുന്നു എന്ന വികാരമാണ് കോൺഗ്രസിലുണ്ടായത്. ഉണർന്ന കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന വ്യാപകമായി ചേറ്റൂർ അനുസ്മരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. KPCCയിൽ K മുരളീധരനും കണ്ണൂർ DCCയിൽ K സുധാകരനും അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചേറ്റൂരിനെ കോൺഗ്രസ് വീണ്ടും അനുസ്മരിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളെ കോൺഗ്രസിൽ നിന്ന് ദത്തെടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് BJP മാറിയപ്പോൾ അതിൽ ആദ്യത്തെ അവരുടെ ടാർഗറ്റ് ചെയ്ത് RSSനെ തന്നെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2 ആഴ്ചയായിട്ട് ചേറ്റൂരിന്റെ പിന്നാലെ കൂടിയിരിക്കുക. ചേറ്റൂരിന്റെ നാടായ മങ്കരയിൽ അദ്ദേഹത്തിന്റെ പ്രതിമയിൽ BJPയും കോൺഗ്രസും വെവ്വേറെ പുഷ്പാർച്ചനകൾ നടത്തി. കണ്ണൂർ പാലക്കാട് ബ്യൂറോകൾക്കൊപ്പം News 18 തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ബഹളം. ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. വടകര ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിൽ ഷാഫി പറമ്പിൽ MPയും MLA KK രമയും പങ്കെടുക്കാത്തതിനെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. ഇക്കാര്യമാണ് പ്രതിപക്ഷം യോഗത്തിൽ ഉന്നയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ജനപ്രതിനിധികളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ലെന്നും ഈ വിഷയം അജണ്ടയിൽ ഇല്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി നൽകി. തുടർന്ന് UDF അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു.
സ്റ്റേഷനിൽ ഹൃദയാഘാതം നേരിടുന്നവർക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കാനുള്ള ജീവൻ രക്ഷാ ഉപകരണം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചു. AED എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സാങ്കേതിക വിദ്യയാണ് യാത്രക്കാർക്ക് വേണ്ടി പ്രവർത്തന സജ്ജമായത്. ദക്ഷിണ റെയിൽവേ DRM ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരക്കണക്കിന് യാത്രക്കാരാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലൂടെ ഓരോ ദിവസവും ട്രെയിനുകളിൽ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് പേർ ഇവിടെ നിന്ന് അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാകേണ്ട സാഹചര്യം, അവരെ ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ അടിയന്തര ഘട്ടങ്ങളിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് ഒരു പുതിയ സാങ്കേതിക വിദ്യ റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കിയിരിക്കുകയാണ്. കുഴഞ്ഞു വീഴുന്ന, അതായത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി കുഴഞ്ഞു വീഴുന്ന രോഗികൾക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പുവെക്കുന്നതിന് വേണ്ടി ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഇവർ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. എന്താണ് ഇതിന്റെ പേര്, ഡിവൈസിന്റെ? AED എന്നാണ് ഈ മെഷീന്റെ പേര്, ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേഷൻ. അതാണ് ഫുൾ ഫോം വരുന്നത്. ഇത് ന്യോൺകോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നോർമലി ഇവിടെ നമ്മൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഇപ്പം ഹൃദയാഘാതമോ മറ്റെന്തെങ്കിലും പ്രയാസം വന്നാൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്? അതെ, ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എപ്പോഴും ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു സമയം, ലൈക്ക് ഒരു ആംബുലൻസ് വരാനുള്ള സമയത്ത് പേഷ്യന്റ് വെറുതെ അവിടെ കിടത്താതെ ഒരു CPR-ഉം ഈ AED മെഷീനും കൂടി ഉണ്ടെങ്കിൽ ഒരു സർവൈവൽ റേറ്റ് ബെറ്റർ ആയിരിക്കും. യെസ്, ഒരുപക്ഷെ ആ ടൈം ആയിരിക്കും ഒരാളുടെ ജീവൻ നിലനിൽക്കണോ വേണ്ടയോ നിർണായകമാണ്. അതെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്? യെസ്, ഇത് ആക്ച്വലി സിമ്പിൾ ഡിവൈസ് ആണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ആക്ച്വലി ബാക്കി എല്ലാ ഇൻസ്ട്രക്ഷനും ഈ ഒരു ഡിവൈസ് തന്നെ പറയും. ഇതിനകത്തൊരു ഡിസ്പോസിബിൾ പാഡ്സ് ഉണ്ട്. ഇത് നമുക്ക് ഈ അഡൽട്ടിനാണെങ്കിലും ചൈൽഡിനാണെങ്കിലും ഈ സെയിം പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ 2 മോഡ്സ് ഉണ്ട്, ലൈക്ക് അഡൽട്ട് മോഡും ഉണ്ട്, ചൈൽഡ് മോഡും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ടീർ ചെയ്യുക. അത് പേഷ്യന്റെ എപെക്സ് ആൻഡ് സ്റ്റേർണം 2 പൊസിഷനിൽ പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിന് CPR സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് ഷോക്ക് വേണമെങ്കിൽ മെഷീൻ പറയും. ഷോക്ക് അഡ്വൈസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക. യെസ്, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് AI സാങ്കേതിക വിദ്യയാണ്. എങ്ങനെയാണ് ഇത്? അല്ല, അത് ആക്ച്വലി ഒന്നുമല്ല. നോർമൽ ഒരു ഇതിപ്പോ ഹോസ്പിറ്റലിലെ ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ യൂസ് ചെയ്യുന്നതാണ്. അത് മാനുവലാണ്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു കോമൺ മാന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ്. അപ്പൊ ഇത് നിങ്ങൾ കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് ഇവിടെ പ്ലേസ് വെക്കുകയാണ്. ഇതിന്റെ ചെലവ് എത്രയാണ്? ഇതിന്റെ എക്സ്പെൻസ്? മെഷീൻ ആക്ച്വലി ഇതൊരു ഡിസ്പോസിബിൾ ആയിട്ടാണ്, അത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഇൻസ്റ്റലേഷൻ ആണ്. ബാക്കി യെസ്. അപ്പൊ ഇത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വെക്കുന്നുണ്ടോ, അതോ പരീക്ഷണാടിസ്ഥാനത്തിൽ? എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ഒത്തിരി കൊല്ലത്തും യൂസ് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് ബസ്സുകളിലൊക്കെ വേറെ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ മോസ്റ്റ്ലി പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇൻസ്റ്റലേഷൻ കൂടി വരുന്നുണ്ട്. AED യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അഡ്രസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഹൈ റിസൾട്ട് ആയിരിക്കും. അതെ. പെട്ടെന്ന് പക്ഷെ ഒരു പേഷ്യന്റ് കൊളാപ്സ് ആയി വീണ് കഴിഞ്ഞാൽ എന്താന്നുള്ളത്, അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയി പോകും. ഈ ഒരു ഡിവൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയി പോകും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വിദഗ്ധരുടെ സാന്നിധ്യം ഉറപ്പാക്കണോ ഇതിനു വേണ്ടി? ഇത് നോർമൽ ലേമാൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. അതുകൊണ്ടാണ് ഒരു ബോധവൽക്കരണം കൊടുക്കണം. അതെ. ഒരു അവയർനെസ് വരണം, ഒബ്വിയസ്ലി അവയർനെസ് വരണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ട്രെയിനിങ്ങും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു ഇവിടുത്തെ സ്റ്റാഫിനോ അല്ലെങ്കിൽ പോർട്ടേഴ്സിനോ ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പല രീതിയിലും, ഇപ്പോൾ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ആണെങ്കിലും വേറെ പല സെഗ്മെന്റുകളിലൊക്കെ അവർ ഡെവലപ്മെന്റ് തുടങ്ങി. ഒരെണ്ണമാണ് തിരുവനന്തപുരം. അതെ. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഭാഗത്ത് മെഡിസർവ് എന്നുള്ളൊരു കമ്പനി നമ്മൾ ഡൊനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ AED മെഷീൻ. ന്യോൺകോഡിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20 years ആയിട്ടുണ്ട് ഈ ഒരു ബിസിനസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ട്. നമ്മൾ ഒരെണ്ണം നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് എത്തുന്ന യാത്രക്കാർക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസം തരുന്ന ഒരു വാർത്തയാണ് ഇത്. ഈ ഒരു സംരംഭം ഇവിടെ വിജയകരമായാൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു നീക്കം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, News 18. പരിമിതികളെയും പ്രതിസന്ധികളെയും നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന് നിസ ഉണ്ണിരാജന്റെ സിവിൽ സർവീസ് വിജയത്തിന് തിളക്കമേറെയാണ്. 7ാം ശ്രമത്തിൽ 40-ാം വയസ്സിലാണ് നിസ സിവിൽ സർവീസ് എന്ന സ്വപ്നം കൈയെത്തിപ്പിടിച്ചത്. തിരുവനന്തപുരം കടക്കാവൂർ സ്വദേശിയായ നിസ AG's ഓഫീസ് ഉദ്യോഗസ്ഥ കൂടിയാണ്. ജോലി തിരക്ക്, 2 പെൺകുട്ടികളുടെ അമ്മ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വങ്ങൾ, കേൾവി പരിമിതി, വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്ന് പിന്നോട്ടു പോകാൻ പലർക്കും ഇത് മതിയായ കാരണങ്ങളായേക്കാം. പക്ഷേ നിസയ്ക്ക് അതൊന്നും സ്വപ്നത്തിലേക്കുള്ള തടസ്സങ്ങളായില്ല, പകരം ഊർജമായി. 35-ാം വയസ്സിൽ ആദ്യ ശ്രമം, പിന്നെ 5 തവണ കൂടി പരാജയം, ഒടുവിൽ
ഏഴാം ഊഴത്തിൽ നിസ ലക്ഷ്യം കണ്ടു. ഞാൻ എൻ്റെ മക്കൾക്ക്, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്, എൻ്റെ മക്കൾക്ക് മാതൃകയാകണമെന്നുള്ള ഒരു കാര്യമാണ്. അതാണ് മെയിനായിട്ട് തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി നമുക്കെന്തായാലും വി ഹാവ് ദിസ് വൺ ലൈഫ്. അപ്പം എനിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് എനിക്ക് തോന്നി, എന്താണ് എനിക്ക് ലൈഫിൽ ചെയ്യേണ്ടതെന്ന് തോന്നി. ഇപ്പോൾ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എനിക്കത് സിവിൽ സർവീസ് എന്നുള്ള മോഹം പെർസ്യൂ ചെയ്യാനുള്ള ഒരു കറേജ് വന്നത്. ചെറുപ്പത്തിലെ കേൾവിശക്തി കുറയുന്ന രോഗം ബാധിച്ചിരുന്നു നിസയ്ക്ക്. ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് കേൾവി. ബിടെക് ബിരുദധാരിയായ നിസ AG's ഓഫീസിൽ അസിസ്റ്റന്റ് ഓഡിറ്ററാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മൂന്നാർ ജനവാസ മേഖലകളിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടവും കാട്ടുപോത്തും. നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കാട്ടുപോത്ത് എത്തിയത്. എസ്റ്റേറ്റിൽ അടിക്കടി കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുമുണ്ട്. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്ടിന് സമീപം കാട്ടാനക്കൂട്ടവും റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തി. മൂന്നാറിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയാണ്. കാട്ടുപോത്തും കാട്ടാനക്കൂട്ടവുമെല്ലാം പതിവായി തമ്പടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നല്ലതണ്ണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിറങ്ങി. എസ്റ്റേറ്റിൽ അടിക്കടി കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ടാകുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. ദിവസങ്ങളായി പ്രദേശത്ത് തുടർച്ചയായി കാട്ടുപോത്തെത്തുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രൊജക്ടിന് സമീപമാണ് കാട്ടാനക്കൂട്ടം റോട്ടിലിറങ്ങിയത്. 5 ആനകളാണ് റോഡിലെത്തിയത്. ഇതോടെ ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. ന്യൂസ് 18 മൂന്നാർ. കേരള പോലീസിന്റെ ആയുധബലം പ്രദർശിപ്പിക്കുന്നതാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പോലീസ് പെവിലിയൻ. വിവിധതരം തോക്കുകളും ഗ്രനേഡുകളും അടുത്ത് കാണാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പ്രധാന ആകർഷണമാണ് കാസർഗോഡ് ജില്ലാ പോലീസിന്റെ ആയുധ പ്രദർശനം. പൊതുജനങ്ങളെ സേനയിലെ ആയുധങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാനും യുവാക്കളെ സേനയിലേക്ക് ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് പോലീസ് പവലിയൻ ഒരുക്കിയത്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ 11 തരം തോക്കുകൾ പ്രദർശനത്തിനുണ്ട്. കൈത്തോക്കിന് പുറമെ കേരള പോലീസിന്റെ ബേസിക് വെപ്പണായ .303 മുതൽ ഓട്ടോമാറ്റിക് വെപ്പണായ ടാർ, ഇൻസാസ് തുടങ്ങിയവയും വിശദമായി പഠിക്കാനും കാണാനും അവസരമുണ്ട്. ഈ ഷെൽ ലോഞ്ചർ ഇവിടെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 6 നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതേ ടൈമിൽ പല തരത്തിലുള്ള ഷെല്ലുകൾ ഇതിലേക്ക് ഫയർ ആയ ശേഷം നമുക്ക് ലോഡാക്കാം. ആ ലോഡാക്കിയിട്ട് നമുക്ക് എയിം എടുത്ത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഫയർ ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് എടുത്ത് ഫയർ ചെയ്യാം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് തൽക്കാലം വെച്ചിട്ടുള്ളത്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന റൗണ്ടുകളും കാര്യങ്ങളും കുറച്ച് വെച്ചിട്ടുണ്ട്. പാസി പല്ലറ്റ് പോലെ എല്ലാ കാര്യം വെച്ചിട്ടുണ്ട്. തിരകൾ, ഗ്രനേഡുകൾ, ഷെല്ലുകൾ, ആശയവിനിമയ ഉപകരണങ്ങൾ, ഡ്രോണുകൾ എന്നിവയും പ്രദർശനത്തിലുണ്ട്. ASI സുജിത്, സീനിയർ CPO ശ്രീകാന്ത്, CPOമാരായ അനൂപ്, സജീഷ് എന്നിവരാണ് ആയുധങ്ങളെക്കുറിച്ചും ഉപകരണങ്ങളെക്കുറിച്ചും വിവരിച്ചു നൽകുന്നത്. സബ് ഇൻസ്പെക്ടർ BD ഗോപിക്കാണ് പവലിയന്റെ ചുമതല. ന്യൂസ് 18 കാസർഗോഡ്. 1979 റിലീസ് ചെയ്ത ജയൻ ചിത്രം ശരപഞ്ചരം നാളെ റീ റിലീസിനെത്തുകയാണ്. ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രവും കൂടിയായിരുന്നു. വെള്ളിത്തിരയിൽ വീണ്ടും ജയൻ തരംഗം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. ഞാൻ ആരാണെന്ന് മാത്രമല്ല, നിങ്ങൾ ആരാണെന്നും ആരായിരുന്നുവെന്നും എനിക്കറിയാം. റീ റിലീസുകളുടെ ട്രെൻഡ് മലയാള സിനിമയിൽ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങളാണ് അതിലേറെയും വന്നിട്ടുള്ളത്. ഇത്തവണ പക്ഷേ റീ റിലീസിനെത്തുന്നത് മലയാളത്തിലെ ആക്ഷൻ ഹീറോ ജയന്റെ ശരപഞ്ചരമാണ്. 30 ലക്ഷത്തോളം രൂപ ചെലവിലാണ് സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. റോഷിക എന്റർപ്രൈസസ് ആണ് ചിത്രം റീ റിലീസിനെത്തിക്കുന്നത്. ചന്ദ്രശേഖരൻ എന്ന നായക കഥാപാത്രമായി ജയൻ എത്തിയ ചിത്രത്തിൽ സൗദാമിനി എന്ന നായികയായി എത്തിയത് ഷീലയായിരുന്നു. ലത, സത്താർ, PK എബ്രഹാം, നെല്ലിക്കോട് ഭാസ്കരൻ, ബേബി സുമതി, പ്രിയ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ കഥയെ ആസ്പദമാക്കി ഹരിഹരൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം തിയേറ്ററുകളിൽ എന്ത് നേട്ടം കൊയ്യുമെന്ന് കാത്തിരുന്ന് കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. സഞ്ചാരികളാൽ നിറയുകയാണ് വാഗമൺ.
അവധിക്കാലമായതോടെ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും വാഗമൺ സന്ദർശിച്ച് മടങ്ങുന്നത്. ഇവിടെ എത്തുന്നവരെ കാത്ത് നിരവധി സാഹസിക വിനോദങ്ങളുമുണ്ട്. പൈൻ മരങ്ങളും മൊട്ടക്കുന്നുകളും പുൽത്തകിടിയും. വാഗമണിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. സമുദ്രനിരപ്പിൽ നിന്നും 1700 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. മലമ്പാതകളിലൂടെ ഡ്രൈവ് ചെയ്തെത്തുന്ന സഞ്ചാരികൾക്കായി സാഹസിക വിനോദങ്ങളും നിരവധി. മധ്യവേനൽ അവധിയായതോടെ വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഗ്ലാസ് ബ്രിഡ്ജ്, അഡ്വഞ്ചർ പാർക്ക് എന്നിവയൊക്കെ വാഗമണിലെ പ്രത്യേകതകളാണ്. പ്രധാനമായിട്ടും സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. സിപ്പ് ലൈന്, സ്കൈ സൈക്കിള്, റോക്കറ്റ് ഇജക്ടർ, അതുപോലെ ജയന്റ് സ്വിങ്, ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ 3D മൂവി, ഡോം തിയേറ്റർ, വെർച്വൽ റിയാലിറ്റി, അങ്ങനെ സാഹസികതയും ഉല്ലാസവും ഇഷ്ടപ്പെടുന്ന എല്ലാം ഒരു 2 ആഴ്ചയായിട്ട് നമുക്ക് നല്ല തിരക്കാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ പ്രദേശത്തു നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. വേനൽ മഴ ധാരാളം ലഭിച്ചതോടെ ഉണക്കുമാറി വാഗമണിലെ പുൽത്തകിടുകളിൽ പച്ചപ്പ് നിറഞ്ഞു. കോടമഞ്ഞും വാഗമണിന്റെ പ്രകൃതി ഭംഗി കൂട്ടുന്നു. സന്ദർശകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ വാഗമൺ ടൗണിൽ ഗതാഗത കുരുക്കും പതിവാണ്. അധികൃതരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. ന്യൂസ് 18 വാഗമൺ. കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ മേടത്തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി തൃണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി രതീഷ് കുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ആയിരുന്നു ചടങ്ങുകൾ നടന്നത്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഇനി ഉത്സവ നാളുകൾ. 11 നാൾ നീളുന്ന ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്ര ഊരാൺമക്കാരായ അകവൂർ മനയിൽ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട്, ഊമമ്പിള്ളി മനയിൽ UNS ലീല എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. കൊട്ടാരക്കര അവണൂർ ചിഞ്ചിലം ട്രൂപ്പിന്റെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിലായിരുന്നു ചടങ്ങുകൾ. 9ാം ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നിർധന രോഗികൾക്ക് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നടൻ മനോജ് K. ജയൻ ചികിത്സാ സഹായ വിതരണം ചെയ്യും. ഉത്സവത്തിന്റെ 11ാം നാൾ ആറാട്ട് നടക്കും. കലാമണ്ഡലം അഭിയ ചന്ദ്രനും 40ൽ പരം കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ പഞ്ചവാദ്യവും ഉണ്ടാകും. ശ്രീഭൂതബലി എഴുന്നള്ളത്തും വിളക്കും 6ാം ഉത്സവ ദിവസം നടക്കുന്ന കരപറച്ചിലും ക്ഷേത്രോത്സവത്തിലെ പ്രധാന ചടങ്ങുകളാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. പ്രവാസി വ്യവസായിയുടെ കരുതലിൽ കണ്ണൂർ പാനൂർ പാലക്കൂലിൽ കുട്ടികൾക്കായി കളിക്കളം ഒരുങ്ങി. വ്യവസായിയായ ചിറ്റുളി യൂസഫ് ഹാജിയാണ് തന്റെ 5 സെന്റ് സ്ഥലത്ത് കളിക്കളം നിർമ്മിച്ചു നൽകിയത്. ഇതോടെ കുട്ടികളുടെ ഏറെ കാലത്തെ ആഗ്രഹമാണ് സഫലമായത്. കളിക്കാനായി ഒരു ഗ്രൗണ്ട് വേണമെന്നത് പാനൂർ പ്രദേശത്തെ കുട്ടികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. ഈ ആവശ്യവുമായി അവർ പ്രവാസി വ്യവസായിയായ ചിറ്റുളി യൂസഫ് ഹാജിയെ സമീപിച്ചു. കുട്ടികളുടെ ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയ യൂസഫ് ഹാജി കളിക്കളം നിർമ്മിക്കാൻ തീരുമാനിച്ചു. കളിയും സൗഹൃദവുമാകണം ലഹരി എന്ന ആശയത്തിൽ അങ്ങനെ തന്റെ പേരിലുള്ള 5 സെന്റിൽ കളിക്കളം ഒരുക്കി കുട്ടികൾക്ക് നൽകി. ലഹരിക്കെതിരെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു വ്യക്തിയെ കൊണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ അത് ഞാൻ ചെയ്യുന്നു. ഓരോരുത്തരെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ നാടിനെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത്. ഏറെക്കാലത്തെ ആവശ്യം നിറവേറ്റി തന്ന യൂസഫ് ഹാജിക്ക് നന്ദി സൂചകമായി ചിറ്റുളി യൂസഫ് ഹാജി എന്ന പേര് ചുരുക്കി ഗ്രൗണ്ടിന് ചിറ്റ്കോ നാമകരണം ചെയ്തു. ചിറ്റ്കോ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം പാനൂർ പോലീസ് ഇൻസ്പെക്ടർ സുധീർ കല്ലേൻ നിർവഹിച്ചു. മറ്റുള്ളവർക്കും മാതൃകയായിരിക്കുകയാണ് ചിറ്റുളി യൂസഫ് ഹാജിയുടെ ഈ പ്രവൃത്തി. സുമേഷ് മോറാഴ, ന്യൂസ് 18 കണ്ണൂർ. ബ്ലോഗർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോവളം പോലീസ് കേസെടുത്തത്. മുകേഷിന് പുറമെ അൻസിയ എന്ന യുവതിയും കേസിൽ പ്രതിയാണ്. ഇവരാണ് മോഡലിംഗിനായി വിളിച്ചു വരുത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ഫെബ്രുവരി 12-ന് ആദിശക്തി റിസോർട്ടിലായിരുന്നു ഷൂട്ട്. എന്നാൽ നടന്നത് മണി ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും മുകേഷ് പറയുന്നു. ഫെബ്രുവരി 12-ാം തീയതി ജാൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി എന്നെ ഒരു ഷൂട്ടിന് വിളിക്കുകയുണ്ടായി. ഈ കുട്ടിക്ക് 15 വയസ്സ് 16 വയസ്സാണെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നു, വേറൊരു ആളയക്കുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ തന്നെ ബന്ധപ്പെടുന്നു. അപ്പോൾ കുട്ടി തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച വോയിസ് മെസ്സേജ് ഉണ്ട്, ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല, നാട്ടുകാർക്ക് എന്ത് പ്രശ്നം, അതെല്ലാം ഞാൻ കോടതി സമർപ്പിക്കുന്നുണ്ട്. പരാതി കൊടുക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് കുട്ടി എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു. അതിന് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ ആ സമയം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷമാണ് ഈ കേസ് വരുന്നത്. പിന്നെ വേറൊരു ഇൻഫ്ലുവൻസറാണ് ഈ ഒരു
സംസ്ഥാനത്തെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ഉടൻ BMBC നിലവാരത്തിലേക്ക് ഉയരുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കാസർഗോഡ് വിവിധ റോഡുകളുടെയും കിളിയളം ചാലിന് കുറുകെയുള്ള പാലത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ആധുനിക നിലവാരത്തിലേക്ക് ഉയരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കിനാനൂർ, കരിന്തളം, കോടോംപേളൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കിളിയളം, വരഞ്ഞൂർ, ബാനം, കമ്മാടം റോഡും കിളിയളം ചാലിന് കുറുകെയുള്ള പാലവും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളും BMC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇവിടെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 കോടിയോളം രൂപയാണ് ഈ റോഡിനും പാലത്തിനുമായി അനുവദിച്ചിട്ടുള്ളത്. 10 കിലോമീറ്റർ വരുന്ന ഈ റോഡ് 10 മീറ്റർ വീതിയിലാണ് മനോഹരമായി നവീകരിച്ചിട്ടുള്ളത്. സൗജന്യമായി നിരവധി പേർ ഭൂമി വിട്ട് നൽകി. ആ ഭൂമി ഉപയോഗിച്ചാണ് റോഡിന്റെ ആകെ വീതി 10 മീറ്ററാക്കി ഉയർത്തിയിട്ടുള്ളത്. റോഡും പാലവും പൂർത്തിയായതോടെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 10 മീറ്റർ വീതിയിലാണ് നവീകരിച്ചത്. ആവശ്യമായ ഓവുചാലുകൾ, കലുങ്കുകൾ ഉൾപ്പെടെ ഉന്നത നിലവാരത്തിലാണ് നിർമ്മാണം. ന്യൂസ് 18 കാസർഗോഡ്. സകലമാന കേരളം പൂർണ്ണമാവുന്നു. പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.